ഹലോ, ഷീനയാണ്. അപ്പം നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താ, ഇന്ന് പൊരിഞ്ഞ പണിയാണ് കേട്ടോ. നമ്മൾ പള്ളിയിലേക്കൊക്കെ പോയിട്ട് വന്ന പിറ്റത്തെ ദിവസമാണ് മക്കളെ. കണ്ടോ വീടിൻ്റെ കോലം കണ്ടോ. എത്ര നമ്മൾ യാത്ര പോകുമ്പോൾ ഒരുക്കി വെച്ചിട്ട് പോയാലും അത് അങ്ങനെ കിടക്കില്ല കേട്ടോ. പിന്നെ ഒരു പണി എന്തായാലും എടുക്കണം. എൻ്റെ കാല് കണ്ടോ, കാലിൻ്റെ അവസ്ഥ കണ്ടോ, മൊത്തം നീര് വെച്ച് നല്ല നീരല്ലെങ്കിലേ എൻ്റെ കാലിന്, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, കാലിന് നല്ല വേദനയാണ്. നീരും കൂടെ ആയപ്പോൾ നല്ലതായി. ഞാൻ ആദ്യം തന്നെ നിന്നത് ചോറ് വെക്കാനാണ് കേട്ടോ. അടുപ്പ് എത്തിക്കാനൊന്നും വയ്യ, ഉറക്കക്ഷണം കൊണ്ട് തലവേദനയുമെല്ലാണ്. അപ്പോൾ ഞാൻ ഗ്യാസിൽ തന്നെ അരിയിട്ടു ചോറ്. പിന്നെ ആ കാണുന്നതാണ് പുളിഞ്ചാറ് കേട്ടോ. നമ്മുടെ പാലക്കാട് പുളിഞ്ചാറെന്ന് പറയും. അങ്ങനെ ദാ ഇക്ക ഇഡ്ഡലി കഴിക്കണം കേട്ടോ. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10:30ക്കാണ് ഞാൻ എണീച്ചത് തന്നെ. ഇനിയിപ്പോൾ ദാ കുറേ തുണികൾ നമുക്ക് തിരുമ്പാനുണ്ട്. തുണികൾ കുറേ തിരുമ്പാനുണ്ട്. പിന്നെ അതാ മടക്കി വെക്കാനുണ്ട്. അതൊക്കെ ഒന്ന് വെയിലത്ത് ഇടണം കേട്ടോ. വെയിലത്തിട്ടിട്ടേ മടക്കി വെക്കാൻ പറ്റുള്ളൂ. പിന്നെ വീടിൻ്റെ കോലങ്ങൾ കണ്ടില്ല, നമ്മൾ പോയി വന്ന് സെഞ്ചിയും ബാഗും ഒക്കെ കൊട്ടിയതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫൈക്കുട്ടൻ്റെ കളിപ്പാത്രങ്ങൾ അവൻ വലിച്ചിട്ട്, പിന്നെ ആ ചേറുകളൊക്കെ കണ്ടോ, അവൻ ചേറുകൾ കൊണ്ട് കളിച്ചതാട്ടോ. അങ്ങനെ ദാ നമ്മൾ പുളിഞ്ചാറും പരിപ്പ് കടഞ്ഞതുമാണ് നമ്മുടെ ഇന്നത്തെ കൂട്ടാൻ കേട്ടോ. ആദ്യം ഞാൻ ചോറും ഇതൊക്കെ ഉണ്ടാക്കാനാണ് നിന്ന, വേറെ ഒന്നുമല്ല കേട്ടോ. നമുക്ക് പോയപ്പോൾ ഭക്ഷണമൊന്നും കറക്റ്റായിട്ട് നല്ലപോലെ കിട്ടിയില്ല. അപ്പം നമ്മുടെ ചോറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബിരിയാണി അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ചോറ് കഴിക്കണം എന്ന് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും അടുക്കളയത്ത് ആദ്യം കഴിയട്ടെ എന്ന് പറഞ്ഞ് ഫസ്റ്റ് അവിടെയായിരുന്നു പണി. അതിനുശേഷം ഇതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. കുട്ടികൾ ഇതാ മണലിൽ കളിച്ചതാണ്, അവർ കിടന്ന് ഉരുണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങൾ മൊത്തം വണ്ടിൻ്റെ ബാക്കിലായിരുന്നു. അതൊക്കെ ഒരു ബക്കറ്റിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവച്ചതാണ് കേട്ടോ. പിന്നെ അതിൽ തൊട്ടിട്ടില്ല. അപ്പോൾ ഇക്ക അതിൽ ഇതാ മണൽ കാര്യങ്ങളൊക്കെ കളഞ്ഞ് തരുന്നുണ്ട്. എന്നിട്ട് പിന്നെ തിരുമ്പാലോ, എന്നിട്ട് സോപ്പൊടിയിൽ ഇട്ട് വെക്കാലോ എന്ന് പറഞ്ഞ് ഇക്ക മണലൊക്കെ കളഞ്ഞ് എന്നെ സോപ്പൊടിയിൽ ഇട്ട് തന്നിട്ട് വെള്ളത്തിൽ ഇട്ട് തന്നു. പിന്നെ എന്താ ഫൈക്കുട്ടൻ കണ്ടോ, ഫൈക്കുട്ടൻ ഞാൻ അടുക്കളയത്തെ കഴിയുമ്പോഴേക്കും എനിക്ക് പണികൾ കൂടുതലായിട്ട് ഉണ്ടാക്കി. ഫൈക്കുട്ടൻ്റെ സംഭവങ്ങളും കളിപ്പാട്ടങ്ങളും മൊത്തം ചെയർ വെച്ച് കളി, സൈക്കിളും മൊത്തം കളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചോറും കൂട്ടാനും ഒക്കെ ആയിട്ടുണ്ട്. അടുക്കളയൊന്ന് വൃത്തിയാക്കി, അടുക്കളയത്തെ കഴിഞ്ഞിട്ടോ ഞാൻ ഹാളിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുക്കള മൊത്തം വൃത്തിയാക്കണം കേട്ടോ. എവിടെയെങ്കിലും പോണതില്ല, എപ്പോഴും പറയുന്ന ഡയലോഗ് തന്നെയാണ് കേട്ടോ. എവിടെയെങ്കിലും പോണതല്ല കേട്ടോ, വന്നിട്ടുള്ള പണി സഹിക്കൂല കേട്ടോ. വന്നിട്ട് എന്തായാലും ഒരു 2 ദിവസത്തിന് ഉണ്ടാവും എന്തായാലും ചെയ്യാൻ. അങ്ങനെ ഇതാ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെന്താ കുറേ പാത്രങ്ങളായിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകാൻ നിന്നില്ല. പാത്രങ്ങൾ കഴുകാൻ നിന്നാൽ പിന്നെ കാലുവേദന വീണ്ടും ആയി. പിന്നെ ഞാൻ അങ്ങനെ കിടപ്പിലാവും. അപ്പോൾ ഹാള് ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലോ, ഹാളൻ മൊത്തം വലിച്ചു വാരി പോയ സാധനങ്ങളാണ് കേട്ടോ. എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്നു, കൊണ്ടുപോയ സാധനങ്ങൾ. പിന്നെ ഫൈക്കുട്ടൻ്റെ വക അഡീഷണൽ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ദേഷ്യം വന്നിട്ട് കണ്ടോ എറിഞ്ഞതാണ്, അവൻ കൊണ്ടുവച്ചതാണ് കേട്ടോ ടേബിളിൽ. അവൻ ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് എറിഞ്ഞതാണ് സാധനങ്ങൾ. അപ്പോൾ ഇനി ഹാൾ എന്തായാലും നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ അടുത്തത് തിരുമ്പൽ അവിടേക്കോട്ട് കടക്കാം എന്ന് പറഞ്ഞ് ഹാളിലോട്ട് വന്നിരിക്കുകയാണ്. ടി വി കണ്ടോ, നമ്മൾ കുറേ കാലങ്ങളായിട്ടുള്ള ടി വിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ടി വി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പക്ഷേ ടി വി എപ്പോഴും ഇങ്ങനെയല്ല കേട്ടോ. ഞാൻ ഏതൊരു ഷോർട്ടിലോ എന്തിലോ വീഡിയോ ഇട്ടപ്പോൾ ആരും എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടി വിയിൽ വല്ലതും കാണുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആ ടി വി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ ആവുകയാണ്, എന്താ സംഭവം എന്നറിയില്ല. പിന്നെന്താ അങ്ങനെ ദാ നമ്മൾ അടിച്ച് വൃത്തിയാക്കുകയാണ്. അൽഹംദുലില്ലാ എന്തായാലും നമ്മുടെ ആഗ്രഹം പോലെ പോയി, ഒരു കുഴപ്പങ്ങളില്ലാതെ. എനിക്ക് ടെൻഷൻ ആയിരുന്നു കേട്ടോ. ഇക്കാക്ക് മെയിൻ പ്രശ്നം, ഇക്കാക്ക് ഇപ്പോൾ ഹെൽത്തിന് പറഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നടക്കുമ്പോൾ ബാലൻസ് ഇഷ്യൂ ആണ് മെയിൻ പ്രശ്നം. അത് പിന്നെ ഞാൻ പിടിച്ച് അങ്ങനെ ഓക്കെ ആയി. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഛർദിയാണ് കേട്ടോ. എപ്പോഴാണ് എന്താണെന്നറിയില്ല. ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രാത്രി ഒരു ദിവസം പെട്ടെന്ന് ഛർദി അങ്ങോട്ട് വന്നു എന്ന്. അപ്പോൾ പെട്ടെന്നായിരിക്കും കൂടുതലും എനിക്ക് തോന്നിയത് തല ഒന്ന് ഇളകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഛർദി വരൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്യാസ് ട്രബിൾ പോലെ ആയിരിക്കും ആദ്യം വരുന്നത്, പിന്നെ ഛർദിലായിരിക്കും, നിർക്കില്ല കേട്ടോ, ഒരേ ഛർദിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര പേടിപ്പിക്കുന്നതാണ്. പിന്നെ ഇക്കാന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആള് കാണുമ്പോൾ തോന്നും ആരോഗ്യമുണ്ട് എന്ന് തോന്നും, പക്ഷെ ഇക്ക അങ്ങനെയല്ല. ഇക്ക ഒരു ഛർദി മതി കേട്ടോ. ഇക്ക ആകെ ഒന്ന് കുഴഞ്ഞൊന്ന് എന്താ പറയുക സൈഡാവാൻ ഒരു ഛർദി മതി. നമുക്ക് കാണുന്നവർക്ക് തന്നെ ഭയങ്കര ടെൻഷനാവും കേട്ടോ. ഛർദിച്ച് കുഴയുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല ടെൻഷനാവും. ഇക്ക അത്രയും ക്ഷീണിക്കും ഛർദിൽ വരുമ്പോൾ. പിന്നെന്താ അങ്ങനെയൊക്കെയാണ്. എന്തായാലും അൽഹംദുലില്ലാ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ നമുക്ക് എത്തിച്ചേരാൻ പറ്റി. ഞാനിവിടെ നിന്ന് ദുആ ചെയ്തിട്ടാണ് പോയി. അതുപോലെ തന്നെ മനസ്സിന് സമാധാനമായി. ഞാനിവിടെ പുറമേ ചെയ്യുമ്പോഴേക്കും കുഞ്ഞു എനിക്ക് മുറ്റൊക്കെ അടിച്ചു തരലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും അവൾ ഇമ്മാക്ക് വയ്യാത്തല്ലേ എന്ന് പറഞ്ഞ് മുറ്റൊക്കെ അടിച്ച്, അപ്പോൾ ഞാൻ ഇതാ ഹാളിലോട്ട് വൃത്തിയാക്കി കഴിയാറായി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ, നമ്മുടെ അടിപൊളി സ്റ്റാൻഡ് കേട്ടോ. 1000-1500 കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും ഇക്കനെ
എനിക്ക് അടിപൊളിയായിട്ട് സ്റ്റാൻഡ് സ്റ്റാൻഡിൽ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നല്ല കാറ്റൊക്കെ വീശി ഇലകളെല്ലാം പൊഴിഞ്ഞ് പഴയ ഇലകളെല്ലാം പൊഴിഞ്ഞ് പുതിയ ഇലകളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ മൊത്തം ബാത്റൂം ഫ്രണ്ട് എല്ലാവിടെയും അങ്ങനെ മൊത്തം ഇലകൾ മൊത്തം ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ബാത്റൂമിൻ്റെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ബാക്കിലോട്ട് പോയി മൊത്തം അടിച്ച് വൃത്തിയാക്കി. അടുത്തതായിട്ട് ഇതെന്താ പൊന്നൂസിൻ്റെ തല പോകുമ്പോൾ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകിയിട്ട് മൊത്തം പാറി നടക്കുമായിരുന്നു. അടുത്തത് അവളുടെ തലയൊന്ന് വെടിപ്പാക്കാമെന്ന് പറഞ്ഞിട്ട് എണ്ണയുമായിട്ട് വന്ന് അപ്പോൾ ഒക്കെ ഇക്കയാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. തലയിൽ എണ്ണയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അവൾ പറയുമ്പോൾ മസാജ് ചെയ്ത് കാട്ടെന്ന് പറയുന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല മോളെ, നിന്നെ മസാജും ചെയ്തിട്ടിരിക്കുക, എനിക്ക് സമയമില്ല, വേറെ പണികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പൈക്കുട്ടൻ അവിടെ വരുന്ന കളിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടോ. അവിടെ ഒന്നും അടിച്ചു വാരിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യണം. അടുത്തതായിട്ട് നമ്മുടെ വിറകൊന്ന് അടുക്കി വെക്കാനുണ്ട്. വിറക് അത്യാവശ്യം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫൈക്കുട്ടൻ ഒരേ കളിയിലാണ്. ഫൈക്കുട്ടൻ എനിക്ക് പണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു ഭാഗം ഒതുക്കി വരും. അവൻ ഇനി തിരിച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴേക്കും അവൻ്റെ കളി പാത്രം എന്തെങ്കിലുമൊക്കെ അവൻ കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇതാ ഉച്ചയായപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. പെരും വെയിലായിരുന്നു. ഉള്ളിൽ എവിടെയും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫാനും ഇട്ടിട്ട് ചോറ് കഴിക്കണ്ടേ. അപ്പോൾ എന്തായാലും ഫാനും ഇട്ടിട്ട് ബാക്കിൽ പുതപ്പ് അടിച്ച് വൃത്തിയാക്കി ഇവിടെ പുതപ്പും വിരിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച് അവസാനം ഇതാ കുറച്ച് നേരം ഫുഡ് കഴിക്കുമ്പോഴേക്കും എനിക്ക് ആകെ വയ്യാതായി, ഉറക്കക്ഷീണമുണ്ടല്ലോ. അപ്പോൾ ഇത്തിരി നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കിടന്നു. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം, വീഡിയോസിനൊരു ലൈക്ക് കൊടുക്കണം, മാക്സിമം കണ്ട്